കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ 4 മണിയോടുകൂടി മലർനിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. പൊന്നുണിക്കണ്ണനത് ആ ശ്രീലകത്ത് പുഞ്ചിരിച്ച് നിൽക്കണു. നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തുന്നുണ്ട്. അതിൻ്റെ ശോഭയില് പൊന്നുണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതൽ കൂടുതൽ ഒരു ഭംഗിയുണ്ട്. പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്തൊരു സ്വർണ്ണത്തിലകവും 2 വീതി കൂടിയ സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെളുത്ത പട്ട് ഞൊറിഞ്ഞുടുത്തിട്ടുണ്ട്. വലത് കൈയിൽ ഓടക്കുഴലുമുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 3 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. അങ്ങനെ സുന്ദരനായി പുഞ്ചിരിച്ച് നിൽക്കുന്ന സച്ചിദാനന്ദ കട്ടയെയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത്. ഭക്തന്മാർക്ക് ആനന്ദത്തിൽ ആറാടിയ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുനാമങ്ങളും ചൊല്ലി കണ്ണൻ്റെ അടുത്തേക്ക് അതാ ഓടി 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 ഓടിപ്പോണു. ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ, പ്രാർത്ഥിക്കണോ. കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണം. ഈ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ? എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിച്ചോളൂ. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് വെളുത്ത പട്ട് ഞൊറിഞ്ഞെടുത്ത് വലത് കൈയിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിന്ന് പുഞ്ചിരിക്കുന്ന സച്ചിദാനന്ദ കട്ടയുടെ രൂപം എല്ലാവരും മനസ്സിലങ്ങോട്ട് വിചാരിക്കൂ. അതാ പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരും. ആ കയറി വരണു. ആ പൊന്നുണ്ണിക്കണ്ണൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ കണ്ണനെ അവിടെ കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ചൊന്ന് ലാളിച്ചൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ. കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാവും. കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ ഉറക്കെ ജപിച്ചോളൂ. നാരായണ 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 നാരായണ. സ്നേഹത്തോടുകൂടി, ഭക്തിയോടുകൂടി, വിശ്വാസത്തോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ ഉറക്കെ ജപിക്കുക. അപ്പോൾ അതെല്ലാം പൊന്നുണ്ണിക്കണ്ണൻ കേട്ടിട്ട് നമ്മൾ കൊടുത്ത സ്നേഹത്തിൻ്റെ 10 മടങ്ങ് ഇരട്ടി സ്നേഹത്തോടുകൂടി ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും. നമ്മുടെ ഒക്കത്തൊക്കെ കയറിയിരിക്കും. നമുക്കൊരു മുത്തം തരും. വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും. അപ്പം എല്ലാവരും സ്നേഹത്തോടുകൂടി കണ്ണനെ വിളിച്ചോളൂ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക. നിത്യവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം, സർവസമ്പൽ സമൃദ്ധി, സർവ ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ്. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയരുത്. നമ്മൾ ഇത് ദിവസേന ഉപാസിക്കണം. നമ്മുടെ വരും തലമുറകൾക്ക് ഇത് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ഉപാസിപ്പിക്കുകയും കൂടി ചെയ്യണം. ഈ കലികാലത്ത് ജപിക്കാൻ പറ്റിയ ഉത്തമമായ മന്ത്രം കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ ഈ നാമത്രയ മന്ത്രം ചെല്ലാനും മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കാനും. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.